മുനമ്പം ഭൂമി ഉമീദ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്ത നടപടിയാണ് പുതിയ സർക്കാരിന് കിട്ടിയ 8ന്റെ പണിയെന്ന് മുഖ്യമന്ത്രി പറയുന്നു. മുഖ്യമന്ത്രി തന്നെ ഇങ്ങനെ പറഞ്ഞാൽ മുനമ്പത്തെ സാധാരണക്കാരായ മനുഷ്യർക്ക് ആര് ആത്മവിശ്വാസം പകരും? വീണ്ടും സമരനാളുകളിലേക്ക് മടങ്ങേണ്ടി വരുമോ ആ മനുഷ്യർക്ക്? തങ്ങളുടെ മണ്ണിന്റെ കാര്യത്തിൽ അവർക്ക് എന്നാണ് ഇനി ഉറപ്പ് കിട്ടുക? സ്വന്തം മണ്ണിൽ ആശങ്കയില്ലാതെ അവർക്ക് ഉറങ്ങാനാകുമോ? വഖഫ് രജിസ്ട്രേഷൻ നടപടിയെ നിയമപരമായി നേരിടുമെന്നാണ് ഇപ്പോൾ മുഖ്യമന്ത്രി വി ഡി സതീശൻ വ്യക്തമാക്കുന്നത്. വരാൻ പോകുന്ന ഗവൺമെന്റിന് ഒരു 8ന്റെ പണി കൊടുത്തിട്ടാണ് ഇവരങ്ങ് പോയത്, വഖഫ് ബോർഡ് പോയത്. എന്താണ് പൊളിറ്റിക്കൽ അപ്പോയിന്റ്മെന്റ് ആയിട്ടില്ല ആ വഖഫ് ബോർഡ് പോണ പോക്കിൽ ഇപ്പം എന്താണ് തീരുമാനം? 10 മിനിറ്റ് കൊണ്ട് തീരുമാനം എടുക്കാൻ പറ്റാവുന്നൊരു കാര്യം ആ 10 മിനിറ്റ് കൊണ്ട് തീരുമാനം എടുപ്പിക്കാതിരിക്കാൻ വേണ്ടി മനഃപൂർവ്വമായി രാഷ്ട്രീയമായി ചെയ്തതാണ്. ജനങ്ങളോട് അവർ പറയണം, മറുപടി പറയണം, എന്തിനാണത് പോർട്ടലിൽ പെടുത്തിയതെന്ന്. പക്ഷെ ഞങ്ങളതിനെ നിയമപരമായി അപ്പം തന്നെ അത് പരിശോധിച്ചിട്ടുണ്ട്. അതിനെ നിയമപരമായി നേരിടാനുള്ള നടപടികൾ ഞങ്ങൾ സ്വീകരിക്കും. ഒരു കാര്യം, അവിടെ നിന്ന് അവരെ കുടിയൊഴിപ്പിക്കുന്ന പ്രശ്നമില്ല. അവർക്ക് അവിടെ സംരക്ഷണം കൊടുക്കും. അവർക്ക് അവരുടെ സ്ഥലത്ത് നികുതി നൽകാനുള്ള സംവിധാനം നമ്മളുണ്ടാക്കും. മുനമ്പം ഭൂമി ഉമീദ് പോർട്ടലിൽ ഉൾപ്പെടുത്തിയ വഖഫ് ബോർഡ് പിരിച്ചുവിടണമെന്ന് മുനമ്പം സമരസമിതിയും ആവശ്യപ്പെട്ടു. വീണ്ടും സമരരംഗത്തേക്ക് ഇറങ്ങേണ്ടി വരുമോ എന്നാണ് അവർ ചിന്തിക്കുന്നത്. പൊളിറ്റിക്കൽ അപ്പോയിൻമെൻ്റ് ആയിട്ടുള്ള വഖഫ് ബോർഡ്, ആ വഖഫ് ബോർഡ് തന്നെയാണ് ഇപ്പോൾ വഖഫ് ഉമീദ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. പക്ഷേ ഭൂമി ഞങ്ങൾ കരമടച്ചുകൊണ്ടിരിക്കുന്നു, ഞങ്ങൾ പൊസഷൻ ചെയ്തിരിക്കുന്നു, ഇതിൻ്റെ എല്ലാ രേഖകളും ഞങ്ങളുടെ കൈവശമുള്ളപ്പോൾ എങ്ങനെ ഉമീദ് പോർട്ടലിൽ ഇത് ചേർക്കാൻ സാധിക്കും? ആ രജിസ്ട്രേഷൻ തട്ടിപ്പാണ്. അതുകൊണ്ട് നിയമപരമായി ചെറിയ സാങ്കേതികത്വം ഉണ്ടെങ്കിലും ഉടനടി തന്നെ മുനമ്പം വിഷയത്തിൻ്റെ പ്രശ്നം ശാശ്വതമായി പരിഹരിക്കുമെന്നാണ് ഇന്നിപ്പോൾ ഞങ്ങളോട് കൊച്ചി MLAയും DCC പ്രസിഡന്റുമായ മുഹമ്മദ് ഷിയാസ് സാറും ഞങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. അരുൺ ശങ്കർ കൊച്ചിയിൽ നിന്ന് ചേരും. അരുൺ, എത്രയോ നാളുകൾ കേരളം കണ്ട ഒരു സമര കേന്ദ്രമാണ് മുനമ്പം. എത്രയോ ആളുകളുടെ ആശങ്ക, കരച്ചിലുകൾ എല്ലാം കേട്ടതാണ്. ഒടുവിൽ അവർക്ക് ആശ്വാസമാകുന്നു. നിലവിലെ സ്ഥിതിഗതികൾ മുന്നോട്ട് പോകാം, അല്ലെങ്കിൽ കരമടയ്ക്കാനുള്ള ഒരു അനുവാദം കിട്ടുന്നു എന്നതാണ് അവരെ സംബന്ധിച്ച് ഒരു ആശ്വാസം. പക്ഷെ അതാ വീണ്ടും കാര്യങ്ങൾ മറിയുകയാണ്. വീണ്ടും ഇനിയൊരു തീരാത്ത നിയമ കുരുക്കിലേക്ക്, നിയമവിചാരണകളിലേക്ക് ഇതിങ്ങനെ പോകേണ്ടി വരും എന്ന് തിരിച്ചറിയുമ്പോൾ അവിടുത്തെ ആളുകൾ വീണ്ടും വല്ലാതെ അസ്വസ്ഥരാകുന്നുണ്ടാകും. എന്താണ് ഇപ്പോഴത്തെ സ്ഥിതി? ഇനി എന്ത് പ്രതീക്ഷിക്കണം അരുൺ? കൂടുതൽ നിയമവ്യവഹാരത്തിലേക്ക് മുൻപത്തെ ഭൂമി പോകുമെന്നുള്ളതാണ് ഇപ്പോഴത്തെ സ്ഥിതി. ഇപ്പോഴത്തെ മുഖ്യമന്ത്രി വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ മുൻപത്തെ പ്രശ്നം 10 മിനിറ്റ് കൊണ്ട് പരിഹരിക്കാൻ കഴിയുമെന്ന് പറഞ്ഞിരുന്നു. അത് അന്നത്തെ സർക്കാർ അതിന് തയ്യാറാകുന്നില്ല എന്നുള്ളൊരു കുറ്റപ്പെടുത്തലും അദ്ദേഹം നടത്തിയിരുന്നു. പക്ഷേ അദ്ദേഹം ഇന്ന് മുഖ്യമന്ത്രിയാണ്. പക്ഷേ മുഖ്യമന്ത്രി ആയപ്പോൾ ഈ പ്രശ്നം കൂടുതൽ സങ്കീർണമാവുകയാണ് ചെയ്തിരിക്കുന്നത്. അതിന് അദ്ദേഹം കുറ്റപ്പെടുത്തുന്നത് നിലവിലെ വഖഫ് ബോർഡിനെയാണ്. വഖഫ് ബോർഡാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഉമീദ് പോർട്ടലിൽ മുൻപത്തെ ഭൂമി വഖഫ് ഭൂമിയാണെന്ന് കാട്ടി രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അത് സ്വാഭാവികമായിട്ടും മുന്നോട്ടുള്ള പോക്കിന് വലിയ വിഘാതമുണ്ടാക്കും. അത് ഈ ഭൂമി ഉമീദ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്ത സ്ഥിതിക്ക് അതിനെ നിയമപരമായി തന്നെ അഴിച്ചെടുക്കേണ്ടതുണ്ട്. നിലവിൽ വഖഫ് ട്രിബ്യൂണലിൽ ഈ ഭൂമിയുമായി ബന്ധപ്പെട്ടുള്ള കേസ് നടക്കുന്നുണ്ട്. നേരത്തെ ഹൈക്കോടതിയിൽ നിന്ന് ഒരു അനുകൂല തീരുമാനം മുനമ്പം നിവാസികൾക്കുണ്ടായിരുന്നു. അതായത് മുൻപത്തെ ഭൂമി വഖഫ് ഭൂമി അല്ല എന്നൊരു തീരുമാനമുണ്ടായിരുന്നു. ആ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാന സർക്കാർ അവിടെ താമസിക്കുന്നവർക്ക് കരമടയ്ക്കാനുള്ള അനുമതി നൽകിയിരുന്നു. അങ്ങനെ പോകുന്ന ആ ഒരു സമയത്താണ് വഖഫ് സംരക്ഷണ സമിതി സുപ്രീം കോടതിയെ സമീപിക്കുകയും ആ പരാമർശം ഒഴിവാക്കുകയും ചെയ്തു. അതോടുകൂടി ഹൈക്കോടതിയുടെ ഉത്തരവ് ഇല്ലാതായി. ഹൈക്കോടതിയുടെ ഉത്തരവ് ഇല്ലാതാവാനുള്ള പ്രധാനപ്പെട്ട കാരണം, ഒരു കീഴ്ക്കോടതിയിൽ ഈ വിഷയത്തിൽ കേസ് നടക്കുമ്പോൾ മേൽക്കോടതി ഒരു ഉത്തരവിട്ട് കഴിഞ്ഞാൽ ആ കീഴ്ക്കോടതിയിലെ കേസിനെ അത് ബാധിക്കും എന്നുള്ളത് കൊണ്ടാണ് സുപ്രീം കോടതി അങ്ങനെ ചെയ്തതെന്നാണ് മുൻപത്തെ സമരസമിതി നേതാക്കൾ പറയുന്നത്. അത് അവർ അംഗീകരിക്കുന്നുണ്ട്. പക്ഷെ അതിനപ്പുറത്തേക്ക് ഈ വഖഫ് ബോർഡ് ചെയ്ത നടപടി അവർ അംഗീകരിക്കുന്നില്ല. അതുകൊണ്ട് ആ ബോർഡിനെ പിരിച്ചുവിടണം എന്നുള്ളതാണ് സമരസമിതിയുടെ ആവശ്യം. അതോടൊപ്പം തന്നെ ഈ പ്രശ്നത്തിന് പരിഹാരം കാണണം. ആ പരിഹാരം കാണുന്നതിൽ മുഖ്യമന്ത്രിയിൽ അവർ പ്രതീക്ഷ അർപ്പിക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് മുനമ്പം സമരസമിതി എറണാകുളത്തെ DCC ഓഫീസിലെത്തി DCC പ്രസിഡന്റും കൊച്ചി MLAയുമായ മുഹമ്മദ് ഷിയാസിനെ കണ്ടത്. മുഹമ്മദ് ഷിയാസുമായുള്ള ചർച്ചയിൽ അനുകൂലമായിട്ടുള്ളൊരു പ്രതികരണമാണ് ഉണ്ടായതെന്ന് ആ ചർച്ചയ്ക്ക് ശേഷം അവർ പ്രതികരിച്ചു. മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ ഉടൻ തീരുമാനമെടുക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്ന് പറഞ്ഞു. കഴിഞ്ഞ ദിവസം പറവൂർ വന്നപ്പോൾ മുഖ്യമന്ത്രി സഭാ നേതൃത്വവുമായി ചർച്ച നടത്തിയിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും അവർ അതിനെ ഒരു പോസിറ്റീവായിട്ടാണ് കാണുന്നത്. മുഖ്യമന്ത്രിയുടെ വാക്കിനെ അവർ വിശ്വസിക്കുന്നുണ്ട്. വാക്ക് ആണ് പ്രധാനം എന്ന് പറയുന്ന മുഖ്യമന്ത്രിയുടെ വാക്കിനെ അവർ വിശ്വസിക്കുന്നുണ്ട്. ആ വിശ്വാസത്തിൽ അവർ മുന്നോട്ട് പോവുകയാണ്. എത്രയും വേഗം പരിഹാരം കാണുമെന്നാണ് അവർ
പ്രതീക്ഷിക്കുന്നത്. സമരം എന്നുള്ളത് നിലവിൽ അവരുടെ അജണ്ടയിലില്ല. പക്ഷേ മുന്നോട്ട് പോകെ ഇതിനകത്തൊരു പരിഹാരം ഉണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷേ അവർ സമരത്തിലേക്ക് വരാം. പക്ഷേ നിലവിൽ സമരം എന്നുള്ളതല്ല, പരിഹാരം എന്നുള്ളതിന് തന്നെയാണ് അവർ മുൻഗണന നൽകുന്നത്. ശരി, അരുൺ ശങ്കറാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ പറഞ്ഞത്. പാരിയത്തുകാവിലെ കുടുംബങ്ങൾ മുനമ്പത്തെ വഖഫ് പ്രശ്നം സർക്കാരിന് മുന്നിലേക്ക് ആദ്യമായി തന്നെ എത്തുന്ന പ്രശ്നങ്ങളാണിത്. ഏറെ സങ്കീർണമായ ഭൂവിഷയങ്ങൾ, അതിലുപരി സമൂഹത്തെ തന്നെ പല തട്ടിലാക്കുന്ന വിഷയങ്ങൾ കൂടിയാണിത്. ജാഗ്രതയോടെ മുന്നോട്ട് പോയി പ്രശ്നപരിഹാരം കാണുക എന്നത് ഏതൊരു സർക്കാരിനും വലിയ വെല്ലുവിളിയാണ്.